തൃശങ്കുവിലായ പാലാ നഗരസഭയിലെ ഭരണ പ്രതിസന്ധിക്ക് പരിഹാരം തേടി ഇപ്പോൾ അനുനയ ചർച്ച നടക്കുകയാണ്. ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന 6 ഭരണകക്ഷി കൗൺസിലർമാരുടെ കത്തിന് പിന്നാലെ മാണി സി കാപ്പന്റെ വീട്ടിൽ ചർച്ച. 6 ഭരണപക്ഷ കൗൺസിലർമാർ ഒപ്പിട്ട് UDF നേതൃത്വത്തിന് നൽകിയ കത്ത് മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി. ഷിനോജ്, ഇതിപ്പോ പാലായിൽ പ്രതിസന്ധി ഒഴിഞ്ഞ സമയമില്ല എന്ന് പറയുന്നത് പോലെയാണ്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നൊരു വിശ്വാസം UDF-നുണ്ടോ? ശ്രീജ, ആ പ്രതീക്ഷയിൽ തന്നെയാണ് UDF-ന്റെ നേതൃത്വമുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം ഇല്ലാതെ അവരെ മാറ്റി നിർത്തി ഒരു UDF പാലാ നഗരസഭ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ വളരെ സ്വപ്നമായിരുന്നു. അങ്ങനെ പക്ഷേ സ്വപ്നത്തിലേക്ക് എത്തി. പക്ഷേ കഴിഞ്ഞ 6 മാസക്കാലം അത്തരത്തിൽ ആ ഒരു രീതിയിൽ ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെ പറയുന്നത്. ഈ പുറത്തു വന്ന കത്തിലും അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് കൗൺസിലർ പറയുന്നത്. കാരണം പൂർണ്ണമായും ഈ പുളിക്കക്കണ്ടം കുടുംബത്തിലെ കൗൺസിലർമാരുടെ ഏകാധിപത്യ സ്വഭാവമായിരുന്നു അവിടെ നടന്നിരുന്നത്. UDF-ന്റെ കൗൺസിലർമാർ എന്ന് പറയുമ്പോൾ പോലും തങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഒരു റോളും അതിനകത്ത് ഇല്ലായിരുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് നിലവിൽ ഇപ്പോൾ UDF-ന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 6 കൗൺസിലർമാരാണ് ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതിൽ 5 പേർ കോൺഗ്രസിന്റെ കൗൺസിലർമാരാണ്. അതിൽ മറ്റൊരാളെന്ന് പറയുന്നത് കോൺഗ്രസ് വിമതയായി മത്സരിച്ച നിലവിലെ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള മായ രാഹുലാണ്. അങ്ങനെ 6 പേർ ഒപ്പിട്ട കത്ത് ഈ പുറത്ത് വന്നത്. അതിനുശേഷം ഏകദേശം 1 മണിക്കൂറായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ചർച്ചകൾ, അനുനയ ചർച്ചകൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന മാണി സി കാപ്പൻ MLA-യുടെ വീട്ടിലാണ് ഈ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത്. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ അനുനയ ചർച്ചകൾക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും UDF-ന്റെ ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ ഉൾപ്പെടെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ 8 കൗൺസിലർമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയത്ത് തന്നെ ഈ കത്തിൽ അടക്കമുള്ളവർ പുറത്തേക്ക് വരുന്നത് കാണാം. ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനു പുളിക്കക്കണ്ട ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. ചർച്ച നടക്കുന്നു. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു വീട്ടിൽ പോവാം. പിന്നെ പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് തന്നെ പ്രതീക്ഷിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അറിയത്തില്ല, അത് നമുക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല. അത് കോൺഗ്രസിൻ്റെ നേതൃത്വം അവർ ഉണ്ട്, ഇവിടെ UDF-ൻ്റെ നേതൃത്വമുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും. പന്ത് അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളല്ലോ. അപ്പം പന്ത് അവരുടെ കയ്യിൽ തന്നെയാണ്. നേരത്തെ അതെ, ഇപ്പോഴും അതെ. ഞാനോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ UDF-ന്റെ ജില്ലാ ചെയർമാനുണ്ട്, കോൺഗ്രസിൻ്റെ DC പ്രസിഡന്റുണ്ട്, ജോസഫിൻ്റെ ഉദയ ഭാരവാഹികളുണ്ട്. ഞങ്ങൾ ചർച്ച നടത്തിയതും ഞാൻ ഉൾപ്പെടെ കൗൺസിലർമാരെല്ലാം ചർച്ച ചെയ്തതും UDF-ൻ്റെയും പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാരാണ്. ഒരു കൗൺസിലർമാരെ ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്തുണ പിൻവലിക്കോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാണ്? UDF നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്, അവരിപ്പോൾ അത് നിഷേധിച്ചു. അവർ പറഞ്ഞത് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് അവരിൽ ഒരാൾ മാറണമെന്ന് പറഞ്ഞു. അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് വേറൊരാളെ പാർലമെൻറ്റ് ഇതാക്കി അവിടെ ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞേക്കുന്നത്. അവരത് നിഷേധിച്ചേക്കുവാണ്. അല്ല, അത് അന്നേരം ആലോചിക്കാമല്ലോ. നമ്മളതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ ഇപ്പോഴല്ല, അതിനു മുമ്പും പറഞ്ഞു, ഞങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കത്തില്ല. ഒരു തീരുമാനം അത് എനിക്കറിയത്തില്ല. റോളെന്ന് പറഞ്ഞാൽ 14 പേര് ഒരുമിച്ച് നാളിതുവരെ ഭരിച്ചു വന്നത്. അതിൻ്റെ ഒരു ഇത്രയും ചോദിച്ചുകൊണ്ട് പറയുന്നു. ഈ 6 മാസത്തെ കാലയളവിൽ ഒരു ദിവസം പോലും പാർലമെൻ്റ് പാർട്ടി കൂടാതെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഒരു തീരുമാനം ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്യാവുന്ന പല കാര്യങ്ങൾ പോലും 6 മാസമായിട്ട് ഞങ്ങളുടെ വാർഡിലേക്ക് പുല്ലുവെട്ടി മെഷീൻ പോലും ഞങ്ങൾ വിട്ടിട്ടില്ല. അത്ര സുതാര്യമായിട്ടും ലിബറലായിട്ടും എല്ലാവരും ആലോചിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേറെ മറിച്ചൊരു തീരുമാനം ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളതിൻ്റെ അകത്ത് ബോധേടുമല്ല. ഞാൻ വീണ്ടും പറയുന്നു, എന്നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വാശിയുടെ പേരിലാണ് ഈ മൂവ്മെൻ്റൊക്കെ ഞങ്ങൾ നടത്തി. നഗരസഭാ ഭരണം പിടിച്ചെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ചെറുതല്ലാത്ത ഭാഗമാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ കാലത്തിൻ്റെ കാവ്യനീതി പൂർണ്ണമായി നടപ്പിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല. എനിക്കറിയത്തില്ല.
UDF-ൽ പെട്ടെന്ന് ഇത്തരത്തിലൊരു നീക്കമൊക്കെ നടത്തുന്നത് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, എന്താണ് ഇടപെടൽ വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും നമ്മൾ 6 മാസം, ഒരു വാക്ക് കൂടെ പറയുന്നു, 6 മാസക്കാലം ഇവിടെ ഞങ്ങൾക്ക് UDF പിന്തുണ തന്നു. ഒരുപക്ഷെ UDF-ൻ്റെ ഘടകകക്ഷികളോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തകരോ പ്രവർത്തിക്കാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ആ ഒരു നന്ദിയും കടപ്പാടും UDF-ൻ്റെ ഉന്നതരായ നേതാക്കന്മാരോട് പ്രവർത്തകരോട് ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. ആ ഒരു കടപ്പാടിൻ്റെ നന്ദിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഞങ്ങൾ വേറൊരു പക്ഷത്തിൻ്റെ വോട്ട് വാങ്ങിച്ച് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഒരു മിനിറ്റ് പോലും തുടരത്തില്ല. ഞങ്ങളുടെ വോട്ട് വാങ്ങി വേറൊരു പക്ഷം ചെയർമാൻ സ്ഥാനത്തേക്ക് ജയിക്കത്തുമില്ല. അത് ഞങ്ങൾ പറയുന്നു. പിന്നെ ഇതൊന്നുമല്ലാത്ത നിലപാട് ഞങ്ങൾക്ക് എടുക്കാമല്ലോ. സ്വതന്ത്ര കൂട്ടായ്മയുടെ പേരിലാണ് ഞങ്ങൾ ജയിച്ചത്, സ്വതന്ത്രരായിട്ടാണ് ജയിച്ചത്. സ്വതന്ത്ര നിലപാട് ഞങ്ങൾക്ക് എടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. അതാണ് ഞങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത്.